ഞാൻ നേരത്തെ ഇവിടെ DK മുരളി സ്വരാജിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ സൂചിപ്പിച്ചു, കരമന സുധീറിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ സൂചിപ്പിച്ചു. അവരെല്ലാം എന്തുകൊണ്ട് അവരെല്ലാം നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അവരെല്ലാം ഇപ്പോഴും വലിയ സിനിമാ താരങ്ങളാണെങ്കിൽ പോലും സാധാരണക്കാരൻ്റെ ശബ്ദവും സാധാരണക്കാരൻ്റെ രീതികളും സാധാരണക്കാരനോട് സ്നേഹവും ബഹുമാനമുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന സ്വരാജും കരമന സുധീറും അവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പിന്നെ വെഞ്ഞാറും നമ്മുടെ സ്വരാജ് അറിയേണ്ടതാണ്. ജനുവരി മാസം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. 14,000-ഓളം വന്ന കലാകാരന്മാർ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് എൻ്റെ ജില്ലയിൽ വെച്ചാണ് നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. സ്വരാജ് പങ്കെടുത്തിട്ടുണ്ടോ ഈ യുവജനോത്സവത്തിൽ? അല്ല, അപ്പോൾ ഒരു അവതരണ ഗാനം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഒരു അവതരണ ഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം! പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുന്നൊരു കാര്യം. ഇവരെല്ലാം എത്ര മാന്യന്മാരാണ്, എത്ര സാധാരണക്കാരാണ്. പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് തരും, അവരങ്ങോട്ട് വാങ്ങില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ നമ്മുടെ ഭഗത്തിനെ ഞങ്ങളുടെ കഴിഞ്ഞ ഓണാഘോഷത്തിന് വിളിച്ചു. കക്ഷി പ്ലെയിനിൽ വന്നു, എപ്പോഴും വന്നെന്നോ എവിടെ താമസിച്ചെന്നോ ഒന്നും നമുക്കറിയില്ല. പരിപാടിക്ക് കൃത്യസമയത്ത് എത്തിച്ചേർന്നു. ഞാൻ പറയുന്നത് ഈ സിനിമാ ലോകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ശരിക്കും വേദനിപ്പിച്ച ഒരു സംഭവമാണ്. വിദ്യാഭ്യാസ വകുപ്പിന് 5 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത കൊണ്ടല്ല, ഞാൻ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു. വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ ഇത് പഠിപ്പിക്കുവാൻ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുകെട്ട് സിനിമയിലൊക്കെ തന്നെ പോയത്. എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ്. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട്, മാധ്യമങ്ങളുണ്ടെങ്കിൽ പേര് പറയാതെ പത്രങ്ങൾ കൊടുക്കുന്ന എനിക്ക് തെറ്റൊന്നുമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.